ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം പശ്ചിമേഷ്യയിൽ വീണ്ടും കലുഷിതമായ അന്തരീക്ഷം സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇതിന്റെ നേരിട്ടുള്ള പ്രത്യാഘാതങ്ങൾ പ്രവാസികൾ തിങ്ങിപ്പാർക്കുന്ന ഗൾഫ് രാജ്യങ്ങളിലും അനുഭവപ്പെട്ടു തുടങ്ങി. ഇറാഖിലെയും ഖത്തറിലെയും അമേരിക്കൻ സൈനിക താവളങ്ങളിൽ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണങ്ങൾക്ക് പിന്നാലെ ദോഹയിലെ ഇന്ത്യൻ എംബസി ഖത്തറിലുള്ള ഇന്ത്യൻ പൗരന്മാർക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി. വീടിനുള്ളിൽ തന്നെ തുടരാനും എല്ലാവിധ സുരക്ഷാ മുൻകരുതലുകളും പാലിക്കാനുമാണ് എംബസി നിർദ്ദേശിച്ചത്. ഈ സാഹചര്യം ഖത്തറിലെ ഇന്ത്യൻ സമൂഹത്തിൽ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിലും ഔദ്യോഗിക വിവരങ്ങളും പ്രാദേശിക നിർദ്ദേശങ്ങളും പാലിച്ച് ശാന്തമായിരിക്കേണ്ടതിന്റെ പ്രാധാന്യം എംബസി ഊന്നി പറഞ്ഞു. ഇറാഖിലെയും ഖത്തറിലെയും അമേരിക്കൻ സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ട് ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയതായാണ് നിലവിലെ സംഘർഷത്തിന് തിരികൊളുത്തിയത്. ഈ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിലൊന്നായ ഖത്തറിലെ അൽ ഉദൈദ് വ്യോമത്താവളം വലിയ വാർത്താ പ്രാധാന്യം നേടി. ഇറാനിൽ നിന്നും ഏകദേശം 190 കിലോമീറ്റർ മാത്രം ദൂരെയുള്ള ഈ താവളം മിസൈൽ ആക്രമണത്തിന് വിധേയമായെങ്കിലും ഖത്തറിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇത് വിജയകരമായി തടഞ്ഞതായി ഔദ്യോഗികമായി അറിയിച്ചു. ആക്രമണത്തിൽ ആളപായം ഉണ്ടായിട്ടില്ലെന്നും അമേരിക്കൻ പ്രതിരോധ വൃത്തങ്ങൾ സ്ഥിരീകരിച്ചു. ഇറാൻ ആക്രമണത്തിന് മുൻപ് അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നതിനാലാണ് ആളപായം ഒഴിവായതെന്നും അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൂചിപ്പിച്ചിരുന്നു. ഈ മുൻകൂർ അറിയിപ്പ് ഒരു വലിയ സംഘർഷം ഒഴിവാക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. ഈ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഖത്തർ താൽക്കാലികമായി വ്യോമാതിർത്തി അടച്ചിരുന്നു. എന്നാൽ സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷം പെട്ടെന്ന് തന്നെ വ്യോമാതിർത്തി തുറക്കുകയും വാണിജ്യ വിമാനങ്ങൾക്ക് സാധാരണ നിലയിൽ സർവീസ് നടത്താൻ അനുവാദം നൽകുകയും ചെയ്തു. ജനറൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റി ഈ വിവരം സ്ഥിരീകരിക്കുകയും വ്യോമഗതാഗതം സാധാരണ നിലയിലേക്ക് മടങ്ങിയതായി അറിയിക്കുകയും ചെയ്തു. എങ്കിലും ഇറാൻ അമേരിക്കൻ സംഘർഷം പശ്ചിമേഷ്യയുടെ വ്യോമപാതയെ എത്രത്തോളം ബാധിക്കുമെന്ന ആശങ്ക ആഗോള വ്യോമയാന മേഖലയിൽ ഉയർന്നിട്ടുണ്ട്. നിരവധി അന്താരാഷ്ട്ര വിമാന കമ്പനികൾ പശ്ചിമേഷ്യയിലേക്കുള്ള സർവീസുകൾ വെട്ടിച്ചുരുക്കുകയോ റദ്ദാക്കുകയോ ചെയ്യുന്ന സാഹചര്യവുമുണ്ടായി. ഖത്തറിലെ ഇന്ത്യൻ എംബസിയുടെ ജാഗ്രതാ നിർദ്ദേശം അവിടുത്തെ വലിയൊരു വിഭാഗം പ്രവാസികളായ ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള അടിയന്തര നടപടിയായിരുന്നു. സംഘർഷഭരിതമായ ഒരു സാഹചര്യത്തിൽ സ്വന്തം പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കുക എന്നത് ഏതൊരു രാജ്യത്തിന്റെയും പ്രാഥമിക ഉത്തരവാദിത്തമാണ്. നിലവിലുള്ള സാഹചര്യം കണക്കിലെടുത്ത് ഖത്തറിലെ ഇന്ത്യൻ സമൂഹം ജാഗ്രത പാലിക്കാനും വീടിനുള്ളിൽ തന്നെ തുടരാനും അഭ്യർത്ഥിക്കുന്നുണ്ട്. ദയവായി ശാന്തത പാലിക്കുക. ഖത്തർ അധികൃതർ നൽകുന്ന പ്രാദേശിക വാർത്തകൾ, നിർദ്ദേശങ്ങൾ, മാർഗനിർദ്ദേശങ്ങൾ എന്നിവ പാലിക്കണം. ഇന്ത്യൻ എംബസിയുടെ പ്രസ്താവനയിൽ പറയുന്നത് അങ്ങനെയായിരുന്നു. ഇത് വ്യക്തമാക്കുന്നത് അനാവശ്യമായ പരിഭ്രാന്തി ഒഴിവാക്കി അതത് രാജ്യങ്ങളിലെ അധികാരികൾ നൽകുന്ന വിവരങ്ങളെ ആശ്രയിച്ച് മുന്നോട്ടു പോകേണ്ടതിന്റെ ആവശ്യകതയാണ്. സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റും പ്രചരിക്കുന്ന വ്യാജ വാർത്തകളിൽ വഞ്ചിതരാകാതെ എംബസിയുടെയും ഖത്തർ അധികൃതരുടെയും ഔദ്യോഗിക അറിയിപ്പുകൾ മാത്രം വിശ്വസിക്കാനാണ് നിർദ്ദേശം. സംഘർഷം ആളിക്കത്താതിരിക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങളും ഒരു വശത്ത് നടക്കുന്നുണ്ട്. ഇറാനും ഇസ്രയേലും തമ്മിൽ വെടിനിർത്തൽ കരാറിൽ എത്തിയെന്നും അത് അവരുടെ സംഘർഷത്തിന് അന്ത്യം വരുത്തുമെന്നും ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചത് വലിയ പ്രതീക്ഷ നൽകിയിരുന്നു. എന്നാൽ ഇറാൻ ഈ അവകാശവാദം തള്ളിക്കളഞ്ഞു. ഇറാൻ ഇതുവരെ വെടിനിർത്തലിന് സമ്മതിച്ചിട്ടില്ലെങ്കിലും ഇസ്രയേൽ ആക്രമണം നിർത്തിയാൽ ഇറാൻ ആക്രമണം നിർത്തുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി വ്യക്തമാക്കിയത് ശ്രദ്ധേയമാണ്. ഇത് സംഘർഷം കൂടുതൽ വഷളാകാതിരിക്കാനുള്ള ഒരു സന്നദ്ധതയായി വ്യാഖ്യാനിക്കാം. ഇത്തരം നയതന്ത്ര നീക്കങ്ങൾ പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യത്തിൽ ഏറെ നിർണായകമാണ്. ഗൾഫ് രാജ്യങ്ങൾ, പ്രത്യേകിച്ചും ഖത്തർ, ഈ സംഘർഷത്തിൽ ഒരു നിഷ്പക്ഷ നിലപാട് സ്വീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അമേരിക്കയുടെ പ്രധാന സൈനിക താവളങ്ങളിലൊന്ന് രാജ്യത്ത് സ്ഥിതി ചെയ്യുന്നുണ്ടെങ്കിലും ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ ആക്രമണങ്ങളെ ഖത്തർ അതീവ സൂക്ഷ്മതയോടെയാണ് കൈകാര്യം ചെയ്തത്. മേഖലയിൽ സമാധാനം നിലനിർത്തേണ്ടതിന്റെ പ്രാധാന്യം അവർ ഊന്നിപ്പറയുന്നുണ്ട്. ലക്ഷക്കണക്കിന് പ്രവാസികൾക്ക് അഭയം നൽകുന്ന ഈ രാജ്യങ്ങൾക്ക് ഏതൊരു സംഘർഷവും വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. പ്രവാസികളുടെ സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കുക എന്നത് ഈ രാജ്യങ്ങളുടെ സാമ്പത്തികവും സാമൂഹികവുമായ സ്ഥിരതയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. ഈ സാഹചര്യത്തിൽ ഇന്ത്യൻ പ്രവാസികൾക്ക് എംബസി നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. അനാവശ്യ യാത്രകൾ ഒഴിവാക്കുക, ആളുകൾ കൂടുന്ന സ്ഥലങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുക, പ്രാദേശിക നിയമങ്ങളും നിർദ്ദേശങ്ങളും കർശനമായി പാലിക്കുക എന്നിവയെല്ലാം സുരക്ഷ ഉറപ്പാക്കാൻ സഹായിക്കും. അതോടൊപ്പം പാസ്പോർട്ട്, വിസ തുടങ്ങിയ രേഖകൾ സുരക്ഷിതമായി സൂക്ഷിക്കുകയും അത്യാവശ്യ ഘട്ടങ്ങളിൽ എംബസിയുടെ ഹെൽപ്പ് ലൈൻ നമ്പറുകൾ ലഭ്യമാക്കുകയും വേണം. ചുരുക്കത്തിൽ ഇറാൻ അമേരിക്കൻ സംഘർഷം പശ്ചിമേഷ്യയിൽ ഒരു അനിശ്ചിതാവസ്ഥ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിലും നയതന്ത്ര ചർച്ചകളിലൂടെയും പ്രാദേശിക അധികാരികളുടെ ജാഗ്രതയോടെയുള്ള ഇടപെടലുകളിലൂടെയും സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്.
ഇന്ത്യൻ എംബസിയുടെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിച്ചും ശാന്തത കൈവിടാതെയും ഈ സാഹചര്യത്തെ നേരിടാൻ ഖത്തറിലെ ഇന്ത്യൻ സമൂഹം ശ്രദ്ധിക്കേണ്ടതുണ്ട്.